ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. ഇതാ ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു, അവിടെ നിന്നാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. പറഞ്ഞതാരാണ്? ദൈവമാണ്. ദൈവം അങ്ങനെ പറയുമ്പോൾ ദൈവജനം ഉത്തരം പറഞ്ഞതെന്താണ്? ഇതാ ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു, അവിടെ നിന്നാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. പ്രിയപ്പെട്ടവരെ, ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു വചനമാണ്. അവിശ്വസ്ത കാണിച്ച് ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു. ദൈവം അവർക്ക് വചനമയച്ച് അവരെ വിശുദ്ധീകരിക്കുന്നു. അവർക്ക് പുരോഹിതന്മാരെ, ഹൃദയത്തിനിണങ്ങിയ പുരോഹിതന്മാരെ നൽകുന്നു. അവർക്ക് ശിക്ഷണം നൽകുന്നു. അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് തിരിച്ചു വരുന്നു. അവർ പറയുന്നു, ഇതാ ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു, അവിടെ നിന്നാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ദൈവമില്ലാതെ വരുമ്പോഴാണ് നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കാതെ വരുന്നത്. ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുകയാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഒരു സ്പേസ് നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപെടും. ഇനി അങ്ങനെ ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും അവിടെ നിന്ന് നിരന്തരം നമ്മളുടെ മേൽ ഇടപെടാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. നമ്മളുടെ സ്വാതന്ത്ര്യം അടച്ചു വെച്ചാൽ അവിടുത്തെ ആ പരിശ്രമങ്ങളൊന്നും വിജയിക്കില്ല. പക്ഷേ നമ്മൾ ഒരു ചെറിയൊരു സ്പേസെങ്കിലും ദൈവത്തിന് നമ്മൾ തുറന്നു കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മളുടെ ജീവിതത്തിൽ ഇടപെടും. മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പുണ്യപൂർണതയിലേക്കും നന്മ പൂർണ്ണതയിലേക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യത്തിൻ്റെ പൂർണ്ണതയിലേക്കും നമ്മൾ ഉയരും. അതാണ് ഈ വചനം കാണിക്കുന്നത്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും തിരിച്ചുവരവിൻ്റെ കൃപ കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.